ഒരു കാലത്ത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും. ഇരുവരും തമ്മിൽ വേർപിരിയുന്ന വാർത്ത ശരിക്കും മലയാളികളെ ഞെട്ടിച്ചത് തന്നെയാണ്. അതിനുശേഷം ദിലീപ് തന്റെ രണ്ടാം വിവാഹവുമായി ഇപ്പോൾ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല, മഞ്ജു വാര്യരാവട്ടെ സിനിമകളിൽ സജീവവുമാണ്. പൊതുപരിപാടികളിൽ നിന്ന് മാത്രമല്ല, സ്വന്തം സുഹൃത്തിന്റെ ഒരു വിവാഹത്തിൽ പോലും അവിടെ മഞ്ജു വാര്യരോ ദിലീപോ ഒരുമിച്ചെത്താറില്ല. ദിലീപ് പങ്കെടുക്കുന്ന ഏത് പരിപാടിയും എന്ത് വന്നാലും മഞ്ജു വാര്യർ ഒരിക്കലും പങ്കെടുക്കാനെത്തില്ല. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം ഇപ്പോഴിതാ ആദ്യമായിട്ടാണ് മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് ഒരു വേദിയിലെത്തുന്നത്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ട് മാത്രം. ഇരുവരുടെയും വളരെ അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ കാക്കനാട് ആരംഭിച്ച മാജിക് ഫ്രെയിംസ് തിയേറ്റർ സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ഇരുവരും പങ്കെടുത്തത്. മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, സുരാജ് വഞ്ഞാറമൂട്, ദിലീപ് എന്നിങ്ങനെ ഒരുപാട് പേരാണ് ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയത്. ദിലീപിനെ കണ്ട മഞ്ജു വാര്യർ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, മുഖത്ത് പോലും നോക്കാതെ മാറി ദൂരെയാണ് ഇരുന്നത്. ഈ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായതോടുകൂടി ഒരുപാട് പേർ മഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഒരു ഭാര്യ എന്ന ആ ഒരു വിഷമം മഞ്ജുവിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ദിലീപ് മഞ്ജുവിനോട് ചെയ്തതെല്ലാം മഞ്ജു അങ്ങനെയൊന്നും മറക്കാൻ സാധ്യതയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് തന്നെ മഞ്ജു വാര്യർ വരേണ്ടതില്ലായിരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ദിലീപിനെ പേടിച്ചൊതുങ്ങി ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ലെന്നും മഞ്ജു ചെയ്തതാണ് യഥാർത്ഥത്തിൽ ശരി എന്നുള്ള അഭിപ്രായമാണ് ഭൂരിഭാഗവും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.